മോളെ എന്താ മോളെ ഇങ്ങനെ ഏത് നേരം സങ്കടവും ആലോചനയായി? കുഞ്ഞിന് ഒരാപത്തും വരില്ല. എത്ര ദുഷ്ടയായാലും അവളതിനെ പെറ്റതല്ലേ. നിന്റെ മനസ്സിന് ഇത്ര കട്ടിയില്ലാതായാലോ? നിനക്കതിനോടുള്ള സ്നേഹം എന്താന്ന് ദൈവത്തിനറിയാം. ദൈവം നിന്റെ കുഞ്ഞിനെ നിനക്ക് തന്നെ തരും. മൈഥിലി അല്ലേ? അതെ. നിന്റെ പേര് വൈശാഖ്. അതെ. എന്താടാ ഒരു മസിൽ പിടുത്തം? നിന്നെ കണ്ടിട്ട് ഒരു ഗുണ്ടയുടെ ലക്ഷണം ഉണ്ടല്ലോ. അത് സാറിന് വെറുതെ തോന്നുന്നു. നീ എന്തിനാ ഇവരുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നത്? അവളും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് സാർ അവളോട് ചോദിച്ചു നോക്കൂ. ഒരു ബന്ധമില്ല സാറേ. ഞാൻ ACP കാർത്തിക്കിന്റെ ഭാര്യ. ഞങ്ങൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ തുടർന്ന് ആ കഥകളൊന്നും വിളമ്പണ്ട മേഡം. ആ കഥകളൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അറിയാം. കിട്ടേണ്ട സമയത്ത് ഇവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അന്നേ ഇവന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. ആ അത് പോട്ടെ, എന്താ ഇപ്പൊ ഉണ്ടായ പ്രശ്നം? ഇയാൾ എന്റെ പിറകെ നടന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് സാർ. അത് എന്തിനാണെന്നാ എന്റെ ചോദ്യം. വെറുതെ നടന്ന ഒരാൾ ഭീഷണിപ്പെടുത്തും, അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഞാൻ പറയാം സാർ. നീ മിണ്ടരുത്. നിന്റെ കാര്യം പുറകെ. ഇനി മാഡം പറയും, എന്താ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ? അയാൾക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞാണ് സാർ എന്റെ പിറകെ നടക്കുന്നത്. അയാളുടെ കയ്യിൽ കിട്ടിയാലേ എന്റെ കുഞ്ഞിനെ അയാൾ കൊന്നുകളയും സാർ. എന്റെയും എന്റെ കുഞ്ഞിന്റെയും ജീവൻ അപകടത്തില്ല സാർ. ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. ഇവനെ പിടിച്ച് ലോക്കപ്പിലിട്. എന്തിനാ എന്നെ ലോക്കപ്പിലിടുന്നു? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റും ശരിയൊക്കെ പിന്നെ പറയാം. കേറണം അങ്ങോട്ട്. മോളെ പുറത്താരോ വന്നിട്ടുണ്ട്. ഗിരിയായിരിക്കും. മോളൊന്ന് പോയി നോക്കിയേ. ഹൃദയത്തിൻ മധുപാത്രം, ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീയൻ ഋതുദേവതയായ അരികിൽ നിൽക്കേ, അരികിൽ നിൽക്കേ.
ഹൃദയത്തിൻ മധുപാത്രം മീനാക്ഷി. നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കെ നീ എന്നരികിൽ നിൽക്കേ. ഞാനിവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞ? എന്റെ താലി നിന്റെ കഴുത്തിൽ കിടക്കുമ്പോ ദൈവം കൂട്ടിക്കൊണ്ടുവരും എന്നെ നിന്റെ അടുത്തേക്ക്. ഒരു കോടി ജന്മത്തിൻ സ്നേഹസാഭം നിന്നൊരു മൃദുസ്പർശത്താൽ നേടുന്നു ഞാൻ, നിന്നൊരു മൃദുസ്പർശത്താൽ നേടുന്നു ഞാൻ. ദേ, മീനാക്ഷി കരയാതെ, എല്ലാം ഞാൻ അറിഞ്ഞു. നമ്മുടെ കഷ്ടകാലം മാത്രം തീരുന്നില്ലല്ലോ മീനാക്ഷി. എന്റെ വൈകമോൾ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും കാർത്തേട്ട. നീ കരയാതെ മീനാക്ഷി. നമ്മുടെ കുഞ്ഞ് ഈ ലോകത്ത് എവിടെയുണ്ടെങ്കിലും നമ്മളെ കണ്ടെത്തിയിരിക്കും. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ, അരികിൽ നിൽക്കേ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ, നീ എന്നരികിൽ നിൽക്കേ. ഈ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ മോനെ? ഇല്ല ദേവമ്മേ, ദേവമ്മ വഴി പറഞ്ഞു തന്നപ്പോഴേ വീട് എനിക്ക് മനസ്സിലായി. അകത്തേക്ക് വാ. ഇല്ലമ്മേ, ഇനി ലേറ്റ് ആക്കണ്ട. വാ, നമുക്ക് പോവാം. മീനാക്ഷി, ഞാൻ വരുന്നില്ല കാർത്തേട്ട. വരുന്നില്ലെന്നോ? അതെന്താ കാര്യം? മുത്തശ്ശി ഞാനും വഴക്കിട്ടാ പിരിഞ്ഞത്. നീയല്ലേ പറഞ്ഞത് കൈവിട്ടു പോയതെല്ലാം നേടിത്തരുമെന്ന്? ഇവിടുന്ന് നഷ്ടപ്പെട്ട വാളും കുഞ്ഞും എന്റെ കൊച്ചുമകന്റെ ജോലിയെല്ലാം. എന്നിട്ട് നീ എന്ത് നേടിക്കൊണ്ട് തന്നടി? ഞാൻ ഒരു തീരുമാനം എടുക്കുക. ഞാൻ ഇവിടുന്ന് പോവാ. അതുകൊണ്ട് കുഞ്ഞില്ലാതെ ഞാൻ ചെമ്പകമംഗലത്തേക്കില്ല. ഇതൊരു ഉറച്ച ഡിസിഷനാണോ? അതെ. എങ്കിൽ ഞാനും ചെമ്പകമംഗലത്തേക്ക് പോകുന്നില്ല. എന്റെ ഭാര്യ അമ്മയൊക്കെ ഇവിടെയല്ലേ, ഞാനും ഇവിടെ തന്നെ താമസിക്കും. ഏയ്, അത് വേണ്ട കാർത്തേട്ട. അതെന്താ വേണ്ടാത്തത്? എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെയാണെന്ന് കാർത്തേട്ടൻ അറിയാലോ. പക്ഷെ കാർത്തേട്ടൻ ഞങ്ങളോടൊപ്പം നിന്നാ അതിന്റെ പഴി കേൾക്കുന്നത് ഞാനും അമ്മയും കൂടിയായിരിക്കും. കാർത്തേട്ടനെ ഞാൻ തട്ടിയെടുത്തുന്ന് എല്ലാവരും പറയും. തട്ടിയെടുക്കുന്ന എന്തിനാ? അവരുടെയൊക്കെ അനുവാദത്തോടെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതല്ലേ. അതൊന്നും ആരും ഓർക്കില്ല കാർത്തേട്ട. മീനാക്ഷി പറയുന്നതിലൊരു കാര്യമുണ്ട് മോനെ. അമ്മ വല്ലാതെ വിഷമിക്കും. സ്നേഹമില്ലാത്തവളൊന്നുമല്ല ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ. അമ്മ വിഷമിക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ എന്തു ചെയ്യും? കാർത്തേട്ടന് ഇവിടെ എപ്പോഴും വരാലോ. ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് മുത്തശ്ശിക്ക് തോന്നാതിരുന്നാ മതി. ദേവമ്മ പറഞ്ഞത് ശരിയാ. ഇതൊരു വലിയ വഴക്കായിട്ടൊന്നും വളർത്തിക്കൊണ്ടു പോണ്ട. അതാ ശരി. എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും ദേവമ്മ മീനാക്ഷിക്ക് കൂട്ടായിട്ടുണ്ടല്ലോ, ആ ഒരു ഉറപ്പ് മാത്രം മതി എനിക്ക്. എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം മീനാക്ഷി. ശരി മോനെ, അമ്മ ഇത്തിരി കഞ്ഞി വെച്ചിട്ടുണ്ട്. എന്റെ മോനത് കഴിച്ചിട്ട് പോയാ മതി.
അപ്സരാസ് ഷൺമുഖൻ. ആരാ മോളെ? ആ എനിക്കറിയില്ലമ്മേ. അല്ല കല്യാണ പാർട്ടിക്കാരും ആയിരിക്കും മംഗല്യപ്പുടവ് വാങ്ങാൻ. നമസ്കാരം അമ്മ, നമസ്കാരം. നമസ്കാരം. എനിക്ക് രാജലക്ഷ്മി അമ്മയെ അറിയാം, പക്ഷേ രാജലക്ഷ്മി അമ്മയ്ക്ക് എന്നെ അറിയില്ല. വരൂ, നമുക്ക് അകത്തിരിക്കാം. ഇരിക്കൂ. എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ ഷൺമുഖ്, അപ്സരാസ് ഷൺമുഖം എന്ന് പറയും. ആ, അറിയും അറിയും. നിങ്ങളുടെ ടെക്സ്റ്റൈൽസുകളല്ലേ കേരളത്തിലും തമിഴ്നാട്ടിലും നിറയെ. കോയമ്പത്തൂരല്ലേ മിസ്റ്റർ ഷൺമുഖൻ താമസിക്കുന്നത്? കോയമ്പത്തൂരിന് ഇപ്പുറം കുനിയമ്പത്തൂർ. ആ, വീട് അവിടെ ആണെന്നേ ഉള്ളൂ. ഞാൻ ഫുൾ ടൈം തിരുവനന്തപുരത്ത്. ഓഹോ. മാലതി, അമ്മേ ചായ. ചായക്ക് മധുരിടാലോ? ഓ, ആകാം, ആകാം. ആ. ധാരാളം. ആ, ഇതെന്റെ മകളാ, പേര് സാവിത്രി. നമസ്കാരം. നമസ്കാരം. പാരമ്പര്യമായി നിങ്ങൾ വസ്ത്രവ്യാപാരികളാണല്ലേ? അതെ, ബിസിനസ്സൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? നന്നായി പോകുന്നു. ഞാൻ വന്നത് രാജലക്ഷ്മി അമ്മയുമായി ഒരു ബിസിനസ് ഡീൽ സംസാരിക്കാൻ വേണ്ടിയാണ്. ദാ. ദാ. നമ്മൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാറിന്റെ കാര്യം എന്താണെന്ന് അമ്മ ചോദിച്ചില്ലല്ലോ. ചോദിക്കുന്ന എന്തിനാ? അത് പറയാനല്ലേ ഷൺമുഖം വന്നത്? അതെ. എങ്കിൽ ഞാൻ തന്നെ പറയാം. ഉം. ഇവിടെ മ്യൂറൽ പെയിന്റ് ചെയ്തു കൊടുക്കുന്ന മംഗല്യപ്പുടവകൾ ബൾക്കായി ഞങ്ങൾക്ക് തരണം. അത് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യും. ഞങ്ങളത് ചെമ്പകമംഗലം മംഗല്യപ്പുടവകൾ എന്ന നിങ്ങളുടെ പേരിൽ തന്നെ അത് വിറ്റഴിക്കും. വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്ത്. പുടവ ഒന്നിച്ചു തരുമ്പോൾ സാരി ഒന്നിന് ഒരു വില നമ്മൾ ഇരുകൂട്ടരും കൂടി നിശ്ചയിക്കും. അപ്പോ നിങ്ങളത് വിൽക്കുന്നത്? ഞങ്ങൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്നത് നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ല. അതല്ലേ ബിസിനസ്. ചെമ്പകമംഗലത്ത് നിർമ്മാണം മാത്രം, വിതരണം അപ്സരാസ്. എനിക്ക് ഈ മംഗല്യപ്പുടവകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനും പ്ലാനുണ്ട്. ഇത് നമ്മൾക്കും നിങ്ങൾക്കും വലിയൊരു ബിസിനസ്സാണ്. എന്തു പറയുന്നു? സമ്മതിക്കല്ലേ? ഇത് നല്ല ബിസിനസ് ആമേ, സമ്മതിച്ചേക്ക്. അതെടുക്ക്. എഗ്രിമെന്റ് ഞാൻ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് വായിച്ചു നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം സൈൻ ചെയ്യും. അഡ്വാൻസ് ഒന്നും എഗ്രിമെന്റിൽ എഴുതിയിട്ടില്ല. എത്ര വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അഡ്വാൻസ് ഒന്നും വേണ്ട. എങ്കിൽ വളരെ സന്തോഷം. എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണം തുടങ്ങിക്കോളൂ. ആ, എന്നാ പിന്നെ ഞാൻ എന്നെ വിളിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ശരി. 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 കോടികളുടെ ഇടപാട് നടക്കുന്ന ബിസിനസ് ആമേ. ഇതിനകത്ത് കാശ് ഒഴിയില്ല. നമുക്ക് തകർക്കാം. കൈമളേട്ടാ, ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ വിളിക്കാതിരുന്നത്. ഞാൻ ഉറങ്ങുമൊന്നുമില്ലായിരുന്നു, വെറുതെ കിടക്കുമായിരുന്നു. അല്ല, ഇവിടെ ഇപ്പൊ ചില കാര്യങ്ങൾ നടന്നു. കാര്യങ്ങളോ? അതെ അച്ഛാ, ഒരു ബിസിനസ് ഡീല്. അമ്മേ, അച്ഛനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാമേ. അതെ കൈമളേട്ടാ, എനിക്കിപ്പോ ബിസിനസ് കാര്യങ്ങളൊന്നും കേൾക്കാനുള്ള മനസ്സല്ല ഉള്ളത്. ഇത് കൈമളേട്ട അറിഞ്ഞല്ലേ പറ്റൂ. ഹാ, ഇതെല്ലാം ചില മാരണങ്ങള് ചെമ്പകമംഗലത്തുനിന്ന് വിട്ടുപോയതിന്റെ ലക്ഷണങ്ങളാ. കണ്ടില്ലേ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഇങ്ങോട്ട് കേറി വരുന്നത്. ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ ഞാൻ ചെറുതായി പോവും. ഈ അച്ഛന് എന്ത് പറ്റി അമ്മേ? ചില നേരത്തെ കൈമളേട്ടൻ ഇങ്ങനെ, നീ അത് വിട്ടുകള. ആ, ഇനി ഈ മംഗല്യപ്പുടവയുടെ കാര്യങ്ങളൊക്കെ ഒന്നേന്ന് നമുക്ക് തുടങ്ങണം. കയ്യിൽ പണവും വേണമല്ലോ. ഈ വീട്ടിലാണെങ്കിൽ ആർക്കും ഒരു സ്വരുമേ ഇല്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിപ്പോയി.